ഹായ് ഓൾ, വെൽക്കം ഓൾ ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ആ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ തന്നെ എന്താണ് നമുക്ക് അതിൻ്റെ മീനിങ് കിട്ടും. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നന്നായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ CRM ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗിൽ എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ CRM ഇൻ മാർക്കറ്റിംഗ് ഈസ് ദ യൂസ് ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് ടെക്നോളജീസ് ടു മാനേജ് കസ്റ്റമർ ഇൻട്രാക്ഷൻസ് ആൻഡ് ഡാറ്റ. അപ്പോൾ എന്താണ് കസ്റ്റമർ ഇൻട്രാക്ഷൻസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെയും ടെക്നോളജീസിനെയുമാണ് CRM എന്ന് പറയുന്നത്, മാർക്കറ്റിങ്ങിൻ്റെ ടേംസിൽ പറയുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഇൻട്രാക്ഷൻസും കസ്റ്റമേഴ്സ് ഡാറ്റ കൃത്യമായിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദെൻ the main goal is to improve customer relationship which can lead to increased sales and customer loyalty. അപ്പോൾ എന്തിനാണ് നമ്മൾ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്? ടു ഇൻക്രീസ് സെയിൽ ആൻഡ് കസ്റ്റമർ ലോയൽറ്റി അല്ലേ. അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതുപോലെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അതുപോലെ തന്നെ കസ്റ്റമർ ലോയൽറ്റി നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് കീ ആസ്പെക്ട്സ് ഓഫ് CRM ഇൻ മാർക്കറ്റിംഗ്. അതായത് എങ്ങനെയാണ് CRM മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഹൗ CRM ഹെൽപ്സ് ഇൻ മാർക്കറ്റിംഗ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, കീ പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കസ്റ്റമർ ഡാറ്റ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം CRM നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കസ്റ്റമർ ഡാറ്റ മാനേജ്മെൻറ്റ്. അപ്പം CRM എന്ത് ചെയ്യുന്നു, CRM സിസ്റ്റം ഹെൽപ്സ് അസ് ടു കളക്ട് ആൻഡ് സ്റ്റോർ കസ്റ്റമർ ഡാറ്റ. അപ്പം കസ്റ്റമർ ഡാറ്റ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ പർച്ചേസ് ഹിസ്റ്ററി, ദെൻ പ്രിഫറൻസസ്, ഇൻ്ററാക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും കസ്റ്റമർ ഡാറ്റ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ CRM എന്ത് ചെയ്യുന്നു, CRM സിസ്റ്റം helps to collect and store customer data including contact details, purchase history, preferences and interactions, helping businesses personalize marketing efforts. അപ്പോൾ മാർക്കറ്റിംഗ് എഫേർട്സ് പേഴ്സണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ്സിന് ഈ ഒരു CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പേഴ്സണലൈസ് മാർക്കറ്റിംഗ് എഫേർട്സ്. ഓക്കെ, അതാണ് കസ്റ്റമർ ഡാറ്റ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യുക. അതായത് സെഗ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ഓരോ ഗ്രൂപ്പാക്കി തിരിക്കുക. അപ്പം കസ്റ്റമേഴ്സ് ടോട്ടലായിട്ട് നമ്മൾ മാസമായിട്ട് എടുക്കുമ്പോൾ എന്താണ്, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആയിരിക്കും, ഓരോരുത്തർക്കും അവർ വാങ്ങുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിൻ്റെ ഹോമോജിനിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് customers are grouped on the basis of behavior, demographic elements, അതായത് ഏജ്, സെക്സ്, റിലീജിയൻ, അതുപോലെ തന്നെ ബിഹേവിയറിൻ്റെ അനുസരിച്ച് സൈക്കോളജീൻ്റെ അനുസരിച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, കസ്റ്റമേഴ്സിൻ്റെ ഒരേപോലെയുള്ള ഗ്രൂപ്പാക്കി തിരിക്കുന്നു. അതാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ CRM ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള ഒരേപോലെയുള്ള കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ഗ്രൂപ്പ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ്സ് ടാർഗറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇപ്പോൾ ഏജ് എടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ട പ്രോഡക്റ്റ്സ് ആയിരിക്കില്ല കുറച്ച് മുതിർന്നവർക്ക് വേണ്ടി വരിക അല്ലേ. അപ്പോൾ അതാണ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് കീ പോയിന്റ് ആണ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്നാണ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്.
അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിന് CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ്, അതായത് ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എൻക്വയറി ഒക്കെ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട് അല്ലേ, പേഴ്സണലൈസ്ഡ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അതൊക്കെ ഈ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നീട് ഈ പ്രോഡക്റ്റ് ഉണ്ട്, ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേഴ്സണലൈസ്ഡ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിങ്ങിനും ഈ ഒരു CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ്, ഹ്യൂജ് പ്രൈസ് ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തതാണ് ലീഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ലീഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ലീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് ലീഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലീഡ്സ് മീൻസ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, അതായത് കസ്റ്റമേഴ്സ് ആവാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. ഓക്കെ, അവരാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ CRM ഹെൽപ്സ് ടു ട്രാക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, ഹെൽപ്സ് ടു ട്രാക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നർച്ചർ ദം വിത്ത് റെലവൻറ്റ് കണ്ടന്റ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ലോയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെ ലോയൽ കസ്റ്റമേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ലീഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ലീഡ്സ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, CRM ഹെൽപ്സ് ടു ട്രാക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ലോയൽ കസ്റ്റമേഴ്സ് ബൈ ഗിവിംഗ് ദം പ്രോപ്പർ നോളജ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, അവരെ അത് പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ ലോയൽ കസ്റ്റമേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ അതാണ് ലീഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഓട്ടോമേഷൻ ആൻഡ് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇമെയിൽസ്, അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഫോളോ അപ്പ് റിമൈൻഡേഴ്സ്, ഇതൊക്കെ ഇപ്പോൾ ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ മെസ്സേജ് വരാറുണ്ട് അല്ലേ, ഫോളോ അപ്പ് റിമൈൻഡേഴ്സൊക്കെ വരാറുണ്ട്. ഇപ്പോൾ RD ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാനായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോളോ അപ്പ് റിമൈൻഡേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസിന് ടൈമായി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് റിമൈൻഡേഴ്സ് മെസ്സേജസ് ഒക്കെ അയക്കാം, ഇമെയിൽസ് അയക്കാം. ഓക്കെ, അതൊക്കെയാണ് ഈ ഓട്ടോമേഷൻ ആൻഡ് ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്, കസ്റ്റമറുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കസ്റ്റമർ റിട്ടൻഷൻ ആൻഡ് ലോയൽറ്റി. ഓക്കെ, കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്ത് വെക്കാം, അതായത് കസ്റ്റമറിന് ആ ഒരു നിലനിൽപ്പ്. ഓക്കെ, നിലനിൽപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ലോങ് ടേം റിലേഷൻഷിപ്പ്, കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യുക, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് CRM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഴ്സണലായിട്ട് ഫോളോ അപ്പ് ചെയ്യാം, അതുപോലെ തന്നെ സർവീസ്, പേഴ്സണലൈസ്ഡ് ഫോളോ അപ്പ്, ഇതൊക്കെ കൊടുത്തിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ലാസ്റ്റ് വരുന്ന പോയിൻ്റാണ് അനലറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അനലറ്റിക്സ് ആൻഡ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് റിപ്പോർട്ട്സ്. CRM എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സ്, പ്രൊവൈഡ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് ആൻഡ് അനലറ്റിക്സ് ഓൺ കസ്റ്റമർ ബിഹേവിയർ, ക്യാമ്പയിൻ പെർഫോമൻസ്, സെയിൽസ് ട്രെൻഡ്സ്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള അനലറ്റിക്സ് പറഞ്ഞാൽ നമ്മൾ അത് ഓർക്കുക, റിപ്പോർട്ട്സിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. CRM എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമറിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ട്, കസ്റ്റമർ ബിഹേവിയർ, അതുപോലെ തന്നെ ക്യാമ്പയിൻ പെർഫോമൻസ്, ഓക്കെ, ക്യാമ്പയിൻ പെർഫോമൻസ്, സെയിൽസ് ട്രെൻഡ്സ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും കീ ആസ്പെക്ട്സ് ഓഫ് CRM ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കീ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഹൗ CRM ഹെൽപ്സ് ഇൻ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് CRM ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കിയത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ജസ്റ്റ് അതിൻ്റെ ഒരു മീനിങ് ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം എന്താണ്, കസ്റ്റമറുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാറ്റജീസും ടെക്നോളജീസും ഒക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റയൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് CRM പഠിക്കാനുണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.